ഇന്ദിര ഗ്യാരണ്ടികളിലൂന്നി വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തും. എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. വിദ്യാർത്ഥിനികൾക്ക് 1500 രൂപ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമെന്ന നയപ്രഖ്യാപനത്തിൽ ധവളപത്രം പുറത്തിറക്കും. നയരാഹിത്യ പ്രഖ്യാപനമെന്ന പ്രതിപക്ഷ നേതാവ്. 5499 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുള്ളത് മറച്ചുവെച്ചുവെന്നും കുറ്റപ്പെടുത്തൽ. വന്ദേമാതരം നിയമസഭയിലും പൂർണ്ണമായി ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം തള്ളി. അതൃപ്തി പരസ്യമാക്കി ഗവർണർ. വന്ദേമാതരത്തെ നിയമസഭയിൽ അവഹേളിച്ചു എന്ന ആരോപണവുമായി BJP. നിയമസഭയിൽ ഗുരുതര ചട്ടലംഘനം. പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും സഭയിലെത്തി. DGP എത്തിയത് ഗവർണറെ സ്വീകരിക്കുന്നതിനിടെ സ്പീക്കറെ കണ്ട് ഖേദം പ്രകടിപ്പിച്ച് DGP. ED റെയ്ഡിനിടെ നടന്നത് സമാധാനപരമായ പ്രതിഷേധമെന്ന് പിണറായി വിജയൻ. നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ, എല്ലാവരും കണ്ടതാണല്ലോ. എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്നത്. എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. അതാ നിരക്കേ ഉള്ളൂ. ED ചോദ്യം ചെയ്തത് മകളെ മാത്രമെന്നും പ്രതിപക്ഷ നേതാവ്. റെയ്ഡിൽ ഇന്നും മൗനം തുടർന്ന മുഖ്യമന്ത്രി. ED കേസിൽ വീണ ടിക്ക് സമൻസ് അയക്കുന്നതിൽ ഇന്ന് തീരുമാനം. റെയ്ഡിൽ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED. സുരക്ഷാ വീഴ്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായതിൽ പോലീസും ക്ഷേത്ര ഭരണസമിതിയും തമ്മിൽ ഭിന്നത. സ്വർണ്ണക്കട്ടികളടക്കം നഷ്ടപ്പെട്ടുവെന്നതിൽ ഉറച്ച പോലീസ്, ഇല്ല എന്ന് ക്ഷേത്രം ഭരണസമിതി. താരസംഘടനയിൽ പ്രതിസന്ധി രൂക്ഷം. സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള ഏകോപനമില്ല എന്ന് എക്സിക്യൂട്ടീവ് യോഗം. പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന അൻസിബയുടെ ആവശ്യം പരിഗണിച്ചില്ല. അമ്മ ഭാരവാഹികൾക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയുമായി മാനേജർ അതുല്യ. ലോകകപ്പിൽ അർജന്റീനയെ ലയണൽ മെസ്സി നയിക്കും. 26 അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. ബ്രസീലിന് തിരിച്ചടിയായി സൂപ്പർ താരം നെയ്മറിന്റെ പരിക്ക്. ആദ്യ മത്സരങ്ങളിൽ കളിച്ചേക്കില്ല.